കുറച്ച് വാൾപുട്ടി എടുത്തേ കാലിയായ ഒരു ഗ്ലാസ് പെയിന്റിന്റെ ബോട്ടിലേക്ക് നിറക്കുവാണ് കേട്ടാ. പഴയ ഒരു കോട്ടൺ തുണി എടുത്തിട്ട് കുറെ ഭിത്തികളും ചുമരുകളും ഒക്കെ അങ്ങോട്ട് വരച്ചു കൊടുക്കുവാണ് കേട്ടാ. 3D പ്രിന്റർ പോലെയൊക്കെയാണ് കേട്ടോ നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ ഇത് അവസാനം കറണ്ടി കൊണ്ടൊന്ന് ഒപ്പിച്ചിട്ടുണ്ട്. തുണി ഉൾപ്പെടെ അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഫ്ലെക്സ് ക്യൂക്ക് കൊണ്ടൊന്ന് ജസ്റ്റ് ടാക്ക് ചെയ്തിട്ട് പുട്ടി കൊണ്ട് തന്നെ നമുക്ക് വെൽഡ് ചെയ്തെടുക്കാവേ. പുറകു വശത്തൊക്കെ കല്ല് കെട്ടിയ ഡിസൈൻ അങ്ങ് വരച്ചു കൊടുത്തിട്ടേ കുറച്ച് പുതിമടലാണ് കേട്ടോ അടുക്കി വെക്കുന്നത്. എന്തിനാണെന്നറിയാവോ? നമ്മുടെ പ്ലാസ്റ്റർ പാരസിൽ തുണി മുക്കി അങ്ങ് ഇട്ട് കൊടുക്കാനായിട്ടാണ് കേട്ടോ. വീട് പണി തീരുന്നതിന് മുൻപ് തന്നെ അലങ്കോല പണികൾക്കുള്ള ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്തതിൽ ഇന്ന് വന്ന 2 ഐറ്റം ആണ്. മെറ്റലിന്റെ ബോളുകളുള്ള ഒരു ഗോൾഡൻ ലൈറ്റും ചെറിയൊരു വാം ഷെയ്ഡുള്ള ഒരു ഫ്ലവർ പോലത്തെ ലൈറ്റ് കേട്ടോ. ഏകദേശം ഒരു 14 LED വീതമാണ് രണ്ടിലും ഉള്ളത്. പക്ഷെ എടുക്കുമ്പോഴേക്കും മിനിമം 2 എണ്ണം വീതം എടുക്കണം. അതുകൊണ്ട് 2 എണ്ണം കിട്ടി. ഇതിന്റെ വില വെച്ച് നോക്കുമ്പോഴേ ശരിക്കും മുതലാണ് കേട്ടോ. ലിങ്ക് മേളിൽ കിടപ്പുണ്ട്. അരികിലൊരു ചിരട്ടക്കുളവും സൈഡിലായിട്ടൊരു സ്റ്റിക്കും കൂടി സെറ്റ് ആക്കിയിട്ടുണ്ട്. ഫാബ്രിക് പെയിന്റ് ആണ് കേട്ടോ നമ്മൾ അടിച്ചു കൊടുക്കാൻ പോകുന്നത്. ഈ സ്പേസ് ഒക്കെ ഇങ്ങനെ ഒഴിച്ചിട്ടിരിക്കുന്നത് എന്തിനാണെന്നും ഈ സ്റ്റിക്ക് എന്തിനാണെന്നുള്ള കാര്യം അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാവേ. വീട് കുഞ്ഞാണെങ്കിലേ നമ്മുടെ ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ അടിപൊളിയായിരിക്കും കേട്ടോ.